നമ്മള് റോട്ടുമുക്ക് പോവാണ്. അവിടെ വൺ പരിപാടികൾ നടക്കുന്നുണ്ട്. ചെണ്ടമുട്ട് കളക്കുന്നുണ്ട്. നമ്മളെ പോയില്ല, പോയൊക്കെയാണ് നമ്മളവിടെ പോയി. അത്രേ ഉള്ളൂ. ഓണം സ്പെഷ്യൽ ആയിട്ട് കിട്ടലും വീഡിയോ അത് കാണാത്തതുണ്ട്. മഴ ചെറുങ്ങനെ പെയ്യുണ്ട് ഗൈസ്. പിന്നെ ഓണത്തിന് അന്ന് നമുക്ക് എന്ത് 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കഴിഞ്ഞ അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പാട്ടൊക്കെ കേക്കണ്ട് ഗൈസ്. പങ്കെടുത്ത് നേരിട്ട് പോകണം. അങ്ങാടിയില് മാരകമായ കളികളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. പങ്കെടുത്ത് സമ്മാനം തകർത്ത് പായസങ്ങളൊക്കെ വീട്ടിലെ ഷോക്കേസ് നടക്കാനുള്ള പരിപാടിയാണ്. പ്ലേറ്റും കപ്പൊക്കെ വാങ്ങിട്ട് വീട്ടിലെ ഷോക്കേസ് നടക്കാനുള്ള ഒരു പ്ലാനിലാണ് ആള്. ഞങ്ങളിവിടെ എത്തിയത് കുറെ ലേറ്റ് ആയിട്ടാണ് എങ്കിലും പായസമൊക്കെ കിട്ടി. ലേറ്റ് കാരണം അപ്പം വരുന്നവരുണ്ട്. അവിടെ ഞങ്ങളെത്തുമ്പോഴേക്കും 2-3 കളിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് 1-2 കുട്ടികൾക്കുള്ളൂ. ഇനി ഇന്ത്യ ചുറ്റാനിറങ്ങിയ കരുത്തന്മാർ ഗോതമ്പ് റോഡിന്റെ മണ്ണിലേക്ക് വിപിൻ അജയ് ഗോതമ്പ് റോഡിന്റെ മണ്ണിലേക്ക് സ്വാഗതം. पूरा हिंदुस्तान घूमने के लिए 8 महीने के आगे यहाँ आ चुका है. हमारा जिसने ओणम देखने के लिए यहाँ आ चुका है. उसे हम इस गाँव दिल पर रखकर करता हूँ. सभी को जिसने ओणम का मुबारक देता हूँ. 8 महीने के पहले घर से निकला है हिंदुस्तान पूरा घूमने फिरने के लिए, हमारे देखने के लिए यहाँ हमारे गांव में आया है. अटल क्यों आया है यहाँ? पूरा इंडिया देखने के लिए आ चुका है. कितना महीना हो गया? तरकारी बनाने वाला किसान वाला है ना. इधर यहाँ उधर तरीका क्या है? पंजाब का तरीका और ये इधर केरला का तरीका क्या है? രണ്ടുപേരുടെയും കൃഷി ഒക്കെ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. കേരളമെ പസന്തായ അപ്പൊ എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? നിത്യവസന്തത്തിന്റെ ഒരാദരവ് 2 പഞ്ചാബി കരുത്തന്മാർക്ക് നിത്യവസന്തത്തിന്റെ ആദരവ് നൽകുന്നു. ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ അവിടെ ഗസ്റ്റായി വന്നിരുന്ന യൂട്യൂബർ. ഓണായതുകൊണ്ട് ഇപ്പോ നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സൈക്കിളാണ്. മോഡിഫൈഡ് വണ്ടിയാണ് ഗൈസ്. മെയിൻ വണ്ടി അപ്പുറത്താണ് ഗൈസ്. അവിടെ ഇത് മുമ്പോട്ട് ഗോതമ്പ് റോട്ടുകാർക്ക് വേണ്ടി സൽമാൻ. ഞങ്ങൾ വിചാരിച്ചു അവിടെ വെറുതെ ഓണക്കളിയും പായസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ മറ്റേ പഞ്ചാബിലുള്ള 2 യൂട്യൂബേഴ്സ് ആയിരുന്നു വന്നത് ഗസ്റ്റായിട്ട്. ഓല് ഈ ട്രാക്ടറായിട്ട് ഈ ഓൾ ഇന്ത്യ ട്രിപ്പിനുള്ള വ്ളോഗൊക്കെ ചെയ്യാറ്. ഓല് വീട് വിട്ടിറങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളം ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ ട്രാക്ടറൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. പിന്നെ കുറച്ച് മലയാളീസും മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് വന്നിരുന്നു. ഓല് 2 പേരെ ഉണ്ടായിരുന്നത്. 2 പേര് വലിയ ട്രാക്ടറിലായിരുന്നു വന്നിന്. ട്രാക്ടറിനെ മുകളിലൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമും അതുപോലെ യൂട്യൂബും ഫെയിൽ ബോയ്സ് എന്നാണ്. 12K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. രണ്ടാം സമ്മാനം നഹാൻ. മ്യൂസിക് ബോൾ ബോയ്സ് ഒന്നാം
എല്ലാവർക്കും ബലൂൺ കിട്ടിയോ? എല്ലാവർക്കും ബലൂൺ കിട്ടിയോ? ഈ വട്ടത്തിന്റെ ഉള്ളിൽ പുറത്ത് പോയ ഔട്ടായിരിക്കും കേട്ടോ. ഈ ബലൂൺ ആരെങ്കിലും പൊന്തിച്ച ഫൗളായിരിക്കും. ഓലെ നമ്മൾ കേട്ടും ബാക്കിൽ തന്നെ വെക്കണം. അങ്ങനെ ഗായ്സ് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് അടിച്ച്, അങ്ങനെ സെക്കൻഡത്തെ റൗണ്ട് അതായത് ഫൈനലിൽ ആയിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യില്ല. എല്ലാരും വട്ടത്തിനുള്ളിൽ തന്നെ നിൽക്കുക. കിട്ടി. ഫൈനൽ മത്സരമാണ്. ഒന്ന് കൈയടിക്കുക. ആവേശകരമായ ബലൂൺ പൊട്ടിക്കൽ മത്സരം. അഫ്ഗാനും ഗുലാം അഫ്ഗാനും ഫിദൽ ആവേശകരമായ മത്സരം. അപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ അവിടുന്ന് സെക്കൻഡ് കിട്ടിയതിൻ്റെ പ്രൈസ്. ഇത് ഈ സ്കെച്ച് പെന്നിൻ്റെ ഒരു പാക്കറ്റാണ്. ഈ ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടിയാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ പോയാൽക്ക് എല്ലാവർക്കും കിട്ടിയാണ് ഈ കളറിൻ്റെ ഇത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത വീഡിയോ ഓൺ ദ വേ ആണ്. അപ്പം ബൈ.